മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം തമ്പാനൂരിൽ യുവതിയെ കഴുത്തറുത്ത് കൊന്നതിന് ശേഷം ഒപ്പമുണ്ടായിരുന്ന മധ്യവയസ്കൻ ആത്മഹത്യ ചെയ്തു. പേയാട് സ്വദേശി കുമാറാണ് യുവതിയെ കഴുത്തറുത്തതിന് ശേഷം ആത്മഹത്യ ചെയ്തത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, എന്താണ് സംഭവം? പോലീസ് നൽകുന്ന വിശദീകരണം എങ്ങനെയാണ്? സജിത്ത്, കഴിഞ്ഞ 10-ാം തീയതിയാണ് കുമാരനും ആശയും, ഇവർ രണ്ടുപേരും പേയാട് സ്വദേശികളാണ്, ഈ തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള കൊടിയിൽ ടൂറിസ്റ്റ് ഹോമിൽ ഇവർ മുറിയെടുക്കുന്നത്. മുറിയെടുത്തതിന് ശേഷം ഇന്നലെ ഈ ലോഡ്ജ് ജീവനക്കാർ പലതവണ ഈ മുറിക്ക് മുന്നിൽ ഒട്ടിവിളിച്ചെങ്കിലും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ഇന്ന് രാവിലെയും സമാനമായ തരത്തിൽ തന്നെയായിരുന്നു സാഹചര്യം. ഇതോടെ ഈ സംശയം തോന്നിയ ജീവനക്കാർ തമ്പാനൂർ പോലീസിന് വിവരം നൽകിയായിരുന്നു. പോലീസ് എത്തി മുറിയുടെ കതക് ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടക്കുമ്പോൾ കട്ടിലിന് താഴെ രക്തത്തിൽ കുളിച്ച് കഴുത്തറുത്ത നിലയിൽ കിടക്കുകയായിരുന്നു ആശ. തൊട്ട് സമീപത്തെ കട്ടിലിന് മുകളിലായി തൂങ്ങി മരിച്ച നിലയിലാണ് കുമാരനെ കണ്ടെത്തിയത്. എന്താണ് ഈ കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിച്ച കാരണം എന്ന് ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക് സംഘം അകത്ത് ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ മുറിക്കുള്ളിൽ പരിശോധന നടത്തിയതിനു ശേഷം അല്പസമയം മുമ്പാണ് ഇവിടെ നിന്ന് മടങ്ങിയത്. അവർ പറയുന്നത് 2 മക്കളുടെ അമ്മയാണ് ആശ. ഇവരെ കാണാനില്ല എന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസം വെളുപ്പിൽശാല പോലീസിന് ആശയുടെ ഭർത്താവ് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിന്മേലുള്ള അന്വേഷണം തുടരുന്നതിനിടയിലാണ് ഇന്ന് രാവിലെ ഈ മരിച്ച നിലയിൽ, അവരെ കൊന്ന നിലയിൽ ആശയെ ഈ മുറിക്കുള്ളിൽ നിന്ന് കണ്ടെത്തുന്നത്. മുറിക്കുള്ളിൽ മൽപ്പിടുത്തം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആശയുടെ ശരീരത്തിൽ ക്ഷതമേറ്റ പാടുകളുണ്ട്. അതോടൊപ്പം ഈ കുമാരന്റെ കൈയിലും മുട്ടിലും ഒക്കെ ഈ നഖം കൊണ്ട് മാന്തിയതിന്റെ പാടുകളും പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊരു പ്രകോപനത്തിലേക്ക് നയിക്കാനിടയായ സാഹചര്യം എന്താണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി വിശദമായ അന്വേഷണം പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവാഹമോചിതനായി കഴിയുന്നതിനിടയിലാണ് കുമാരൻ ആശയുമായി അടുപ്പത്തിലാകുന്നതും പിന്നീട് ആ ബന്ധം വളർന്നത് എന്നുമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ എപ്പോഴാണ് ഈ കൊലപാതകം നടന്നത് എന്ന് അത് കൃത്യമായി നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല. രക്തം കട്ടപിടിച്ച അവസ്ഥയിലായതിനാൽ ഇന്ന് രാവിലെ ഇവരെ കണ്ടെത്തുന്നതിനും ഒരു ദിവസം മുമ്പ് തന്നെ ഒരുപക്ഷെ ഈ കൃത്യം നടന്നിട്ടുണ്ടാകുമെന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സജിത്ത്. യെസ്, ഡാൻ ഇപ്പോൾ നിൽക്കുന്നത് ആ ഹോട്ടലിന്, ആ ലോഡ്ജിന് സമീപത്താണോ? എന്താണ് അവിടുത്തെ സാഹചര്യം? പോലീസിന്റെ പരിശോധന ഇപ്പോഴും അവിടെ നടക്കുകയാണോ? ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയാണ് ഇപ്പോഴും മുകളിലത്തെ നിലയിൽ, 3ാമത്തെ നിലയിലാണ് ഈ മുറി. ആ മുറിക്ക് സമീപത്ത് ഉൾപ്പെടെ പോലീസിന്റെ പരിശോധന നടത്തുകയാണ്. ഫോറൻസിക് സംഘം മുറിക്കുള്ളിലുണ്ട്. നമുക്ക് അവിടേക്ക് കയറി പോകുന്നതിന് പരിമിതിയുണ്ട്. കാരണം പരിശോധന നടക്കുന്ന ഒരു സ്ഥലമായതിനാൽ മുകളിലേക്ക് മാധ്യമപ്രവർത്തകരെ അടക്കം കയറ്റി വിടുന്നില്ല. ഇവിടുത്തെ റിസപ്ഷനിലെത്തി അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം രജിസ്റ്ററിൽ നിന്ന് ഇവരുടെ രണ്ടുപേരുടെയും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. 10-ാം തീയതിയാണ് ഇവിടെ മുറിയെടുത്തത് എന്ന് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട്. നേരത്തെയും സമാനമായ തരത്തിൽ ഇവർ ഇവിടെ താമസിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടന്ന ഒരു കൊലപാതകമാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളൊന്നും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുതന്നെയാണ് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമാണ് ഇത്തരമൊരു കൃത്യത്തിലേക്ക് നയിച്ചത് എന്ന ഒരു സംശയം ബലപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ കണ്ടെത്തുക എന്നത് തന്നെയായിരിക്കും പോലീസിന് മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട ദൗത്യം. ഈ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് അല്പസമയത്തിനകം നീക്കും. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറുണ്ട്. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അല്പസമയത്തിന് മുമ്പാണ് സ്ഥലത്ത് പരിശോധന നടത്തിയ ശേഷം മടങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ കാരണം കണ്ടെത്താനുള്ള പരിശോധനയും സമാന്തരമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, എന്തായാലും കൊലപാതകം സംബന്ധിച്ച ദുരൂഹത തീർക്കാൻ പോലീസിന് അന്വേഷണം നടക്കുകയാണ്. ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയ ശേഷമാണ് മധ്യവയസ്കൻ ആത്മഹത്യ ചെയ്തത്. ആ ലോഡ്ജിൽ ഇപ്പോൾ പോലീസിന്റെ പരിശോധന പുരോഗമിക്കുക.